ഫോണിലാണെങ്കിൽ നമ്മൾ 3 ദിവസം എടുക്കുന്നുണ്ട്. ഇല്ല ഏവൻ തട്ടി എണീപ്പിച്ചല്ലേ. കൊള്ളാം, നല്ല സിനിമ. മമ്മൂട്ടി സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം. നല്ല സിനിമ. മമ്മൂട്ടി കിടിലായിട്ട് അഭിനയിച്ചു. കൂടെ അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും എല്ലാം കൊള്ളായിരുന്നു. 3 പേരും സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടു. കിട്ടില്ല നമ്മുടെ ബ്രോ. മലയാളത്തിലൊരു തുമ്പാത് ആ ഒരു ലെവലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ മലയാളത്തിൽ വന്നതിൽ റീസെൻറ്റ് ടൈമിൽ വന്നതിൽ ബെസ്റ്റ് ഒരു ഹൊറർ മൂവി ബേസിൽ മലയാളത്തിൽ വന്നതിൽ ബെസ്റ്റ് പടം അത് അങ്ങനെ പറയാം. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. കിട്ടില്ല വേണം. നെഗറ്റീവ് അടിയൊന്നുമല്ല, കുറച്ച് സ്ലോ ബേസ് പോകും. പക്ഷേ ആ ഒരു പടത്തിലോട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഒന്നും തോന്നത്തില്ല. കിട്ടില്ല, ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. അർജുൻ അശോക് സിദ്ധാർത്ഥ് ഭരതൻ ഒരു രക്ഷയില്ല. അടിപൊളി പടം. മസ്റ്റ് തിയേറ്റർ വാച്ചാണ് പടം. അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. മമ്മൂട്ടിനെയും ഈ ഒരു രീതിയിൽ നെഗറ്റീവ് ഷെയ്ഡിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി, രക്ഷയില്ല. പടം നല്ലതായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി, പക്ഷേ സെക്കൻഡ് അടിപൊളിയായിരുന്നു. നമുക്ക് സൂപ്പറായിരുന്നു. അടിപൊളി പെർഫോമൻസ്. കുഴപ്പമില്ല, നല്ല പടമാണ്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്ന പടമൊന്നുമല്ല. കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നല്ല പടമായിരുന്നു. കൊള്ളാം. കൂടുതലായിട്ട് കൊള്ളാം. പ്രമേയമല്ലാതെ മമ്മൂട്ടി യോഗം എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ നല്ല സൂപ്പർ ഫിലിമാണ്. എന്താണ് സ്ക്രിപ്റ്റ്? സൂപ്പർ സ്ക്രിപ്റ്റാണ്. ഏറ്റവും ഒരു വ്യത്യസ്ത അനുഭവം നമുക്ക് കാണാവുന്നതാണ്. അനുഭവം തന്നെയാണ് കേട്ടോ. സൂപ്പർ ഫിലിമാണ്. നല്ല പടം ശരിക്കും. അർജുൻ അശോകൻ്റെ പെർഫോമൻസ്, മമ്മൂട്ടിയുടെ പെർഫോമൻസ് എല്ലാം സെറ്റായിരുന്നു. കാണേണ്ട പടം തന്നെ. ഇവിടെ ഒന്നും പറയാല്ല, അടിപൊളി പടം. ഒരു രക്ഷയില്ല. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് വാച്ച് ചെയ്യണം കേട്ടോ. കാരണം മമ്മൂട്ടിയിലൊക്കെ എന്ത് പറയാൻ, എനിക്ക് സംശയമാണ് ഭയങ്കര ഏരിയ പോലെ ആളാണ്. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ ഇത്രയും ലെവലിൽ അഭിനയിക്കാൻ സാധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ ഇൻസ്പിറേഷനാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യുക. അടിപൊളി പടം. ഫാമിലി നല്ല കിടിലാണ്. മമ്മൂട്ടി ഒരു രക്ഷയില്ല, പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇഴക്കാലത്ത് മമ്മൂട്ടി ഈ ലെവലിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജനത്തിൽ എനിക്ക് കാണാൻ കിട്ടുമോന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. കിടിലം പടം. ഒന്നും പറയില്ല. അടിപൊളി സൂപ്പർ പടം. മമ്മൂട്ടി സൂപ്പറായിട്ട് പൊളിച്ചിട്ടുണ്ട്.